അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്തായ സൂറത്തുൻ നിസായിലെ 29 മുതലുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅ്കുലൂ അംവാലക്കും ബൈനക്കും ബിൽബാത്തിലി ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബിക്കും റഹീമാ. ഇപ്പം നമ്മൾ സൂറത്തുൻ നിസാഇൻ്റെ ആദ്യത്തെ 28 ആയത്തുകൾ പഠിക്കുകയും പരീക്ഷ എഴുതുകയൊക്കെ ചെയ്തു. നല്ല മാർക്ക് കിട്ടി. മാർക്ക് എത്രയാണെന്ന് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നില്ല. എന്തായിരുന്നാലും വളരെ ഈസിയായ ചോദ്യങ്ങളും വളരെ ഈസിയായ ഉത്തരങ്ങളുമായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. ഇപ്പം നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. ആദ്യത്തെ പാർട്ടിൽ കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്രത്തോളം കണക്കും ഒന്നുമില്ലാത്തൊരു ഭാഗമാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. പക്ഷേ ആദ്യത്തെ പാർട്ടിൻ്റെ തുടർച്ചയാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞ ഇസ്ലാമിക സമൂഹവുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബജീവിതം, അവരുടെ സാമൂഹ്യ ജീവിതം, അവരുടെ സാമ്പത്തിക ജീവിതം, അതിലേക്കുള്ള നിയമങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ മക്കയിൽ ഒരിക്കലും യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അവിടെയുള്ള ആൾക്കാർ വിശ്വാസികളാകാതിരുന്നത് കൊണ്ടാണോ? പിന്നെന്തുകൊണ്ടാണ്? അവിടെ ഒരു സമൂഹമായി അവർ മാറിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാമൂഹ്യമായ നിയമങ്ങൾ, സാമ്പത്തികമായ നിയമങ്ങൾ, അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ അവർക്ക് ബാധകമായിരുന്നില്ല. അവിടെ എത്രത്തോളം എന്ന് വെച്ചാൽ നമസ്കാരം പോലും ഒന്നിച്ചുള്ള ഇമാമും ജമാഅത്തുമായുള്ള നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ പൂർണ്ണമായും അതിൻ്റെ ശരിയായ രൂപത്തിൽ നടപ്പാക്കപ്പെടുന്നത് എവിടെയാണ്? മദീനയിൽ വെച്ചാണ്. കാരണം മദീനയിൽ വെച്ചാണ് വിശ്വാസികളുടെ ഒരു സമൂഹം ഉണ്ടാകുന്നത്. മക്കയിലൊക്കെ ഓരോരോ വ്യക്തികളായിരുന്നു. അതുകൊണ്ട് വ്യക്തികൾക്ക് അള്ളാഹുവിനെക്കുറിച്ച്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ബോധവൽക്കരണമായിരുന്നു മക്കയിലെ പ്രധാനം. അതുകൊണ്ടാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ, സൂറത്തുകളിൽ കൂടുതലായിട്ട് കാണാൻ പറ്റും. എന്നാൽ മദീനയിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളിൽ നിയമങ്ങളായിരിക്കും കൂടുതൽ. കുടുംബപരമായ നിയമങ്ങൾ, രാഷ്ട്രീയമായ നിയമങ്ങൾ, സാമ്പത്തികമായ നിയമങ്ങൾ, സാമൂഹികമായ നിയമങ്ങൾ, ശിക്ഷാവിധികൾ, ഇങ്ങനെയുള്ള ഒരുപാട് നിയമവശങ്ങൾ ധാരാളം മദനി ആയത്തുകളിൽ കാണാൻ പറ്റും. അവിടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളുടെ സമൂഹമേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സമൂഹമായി ജീവിക്കണം. എന്തിനപ്പോൾ നിയമം? ഞാൻ ഒറ്റക്കാണെന്ന് വെച്ചെങ്കിൽ നിയമം വേണം. ഒരു സമൂഹമാകുമ്പോഴാണ് നിയമം വേണ്ടത്, അല്ലേ? എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്, നമ്മുടെ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പക്ഷെ നിയമം പോലെ പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. ഒരു സമൂഹത്തിന് സമാധാനപൂർണമായ ജീവിതം നയിക്കണമെങ്കിൽ നിയമങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് ഭരണകൂടങ്ങൾ നിയമങ്ങൾ ഉണ്ടാക്കും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ്റെ സ്രഷ്ടാവാണ്. ആ അല്ലാഹു മനുഷ്യന് കുറച്ച് നിയമങ്ങൾ നൽകുന്നു. എന്നിട്ട് പറയുന്നു, ഈ നിയമങ്ങൾ നിങ്ങൾ അംഗീകരിച്ച് ജീവിക്കുകയാണെങ്കിൽ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല, അവർക്ക് വിഷമിക്കേണ്ടി വരികയില്ല. ഇത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിർദ്ദേശമാണ്.
അപ്പം യാ യുഹല്ലദീന ആമനു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് മുസ്ലിം സമൂഹത്തോടുള്ള ഒരു പൊതുവായ സന്ദേശമാണ്, നിയമമാണ്, നിർദ്ദേശമാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തിന്നരുത്. സമ്പത്തിനെക്കുറിച്ച് ഇസ്ലാം വളരെ അടിസ്ഥാനപരമായൊരു കാഴ്ചപ്പാട് സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ. ഇപ്പം നമ്മൾ അനന്തരാവകാശത്തെക്കുറിച്ച് പറഞ്ഞു. ഒരാൾ മരിച്ചാൽ അയാളുടെ ഉമ്മാക്ക് എത്ര, ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് എത്ര, ഒരാൾ മരിച്ചാൽ അയാളുടെ ഉപ്പാക്ക് എത്ര, ഒരാൾ മരിച്ചാൽ അയാളുടെ പെൺകുട്ടികൾക്ക് എത്ര, ആൺകുട്ടികൾക്ക് എത്ര, ഒരാൾ മരിച്ചാൽ അയാളുടെ ഭാര്യയ്ക്ക് എത്ര, ഒരാൾ മരിച്ചാൽ അയാളുടെ ഭർത്താവിന് എത്ര. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു തരികയാണ്. എന്തിനാണ്? സമ്പത്തിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സത്യവിശ്വാസികളെ പഠിപ്പിക്കുകയാണ്. ഈ സമ്പത്ത് നിങ്ങളുടേതല്ല, ഇത് അള്ളാഹു തന്നതാണ്. അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാഗം ഉപയോഗപ്പെടുത്താം. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു പറഞ്ഞതുപോലെ ഉപയോഗപ്പെടുത്തണം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വ ആതൂഹും മിമ്മാലില്ലാഹില്ലദീ ആതാക്കും. അവിടെ കൃത്യമായി തന്നെ അള്ളാഹ് പറയാണ്, മാലുല്ലാ, അള്ളാഹു അവൻ്റെ ധനം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ അവർക്ക് കൊടുക്കുക. അപ്പോൾ അടിസ്ഥാനം എന്താണ്? എനിക്ക് സമ്പത്തുണ്ട്, പക്ഷേ ഈ സമ്പത്ത് അടിസ്ഥാനപരമായി എൻ്റേതല്ല, ഇതെനിക്ക് അള്ളാഹു തന്നതാണ്. വഅൻഫിഖൂ മിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് നൽകിയതാണ്, അതിൽ നിന്ന് ഞാൻ പറയുന്നത് പോലെ ചെലവഴിക്കുക. ഇതാണ് അടിസ്ഥാനം. അള്ളാഹുവിൻ്റേതാണ് സമ്പത്ത്, ആ സമ്പത്ത് അവൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ശരി, ഇനി നമുക്ക് ഈ പറഞ്ഞൊന്ന് നോക്കാം. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. ഇപ്പോൾ ഇവിടെ അള്ളാഹ് പറഞ്ഞത് അള്ളാൻ്റെ സമ്പത്ത് എന്നല്ല, പിന്നെന്താ പറഞ്ഞത്? നിങ്ങളുടെ സമ്പത്ത് എന്നാണ്. ലാ തഅ്കുലു, നിങ്ങൾ തിന്നരുത് നിങ്ങളുടെ സമ്പത്ത് അന്യായമായി. നമ്മളാരെങ്കിലും ഇപ്പോൾ നമ്മുടെ സമ്പത്ത് അന്യായമായി തിന്നു? പരമാവധി സൂക്ഷിച്ച് പൈസയൊക്കെ നഷ്ടപ്പെടാതിരിക്കാനല്ലേ ഇപ്പോൾ നമ്മൾ ശ്രമിക്കുള്ളൂ. പിന്നെന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായി തിന്നരുത് എന്നാണ് പറഞ്ഞത്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങളുടെ സ്വത്ത് നിങ്ങൾ തന്നെ അന്യായമായി തിന്നരുത്. ഇപ്പം എൻ്റെ പൈസ ഞാൻ തന്നെ അന്യായമായി തിന്നരുത് എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല. നിങ്ങളുടെ പൈസ നിങ്ങൾ അന്യായമായി തിന്നരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ കരുതേണ്ട നിങ്ങളുടെ സഹോദരൻ്റെ പൈസ തട്ടിപ്പിലൂടെ, ചതിയിലൂടെ, വഞ്ചനയിലൂടെ തട്ടിയെടുത്ത് നിങ്ങൾ തിന്നരുത് എന്നാണ്. അത് പേരിനൊരു പക്ഷേ നിങ്ങളുടെ സഹോദരൻ്റെ പൈസ ആയിരിക്കും, പക്ഷെ അത് നിങ്ങളുടെ പൈസ പോലെ തന്നെ പരിഗണിക്കണം. ഇപ്പം ഞാൻ ഷാലി സാഹിബിൻ്റെ അടുത്ത് നിന്ന് 1000 ദീനാർ പറ്റിച്ചിട്ട് ഞാനത് തിന്നുന്നു. എൻ്റെ ഒരു ധാരണ, എൻ്റെ പൈസ അല്ലല്ലോ, വേറെ ആളുടെ പൈസ പറ്റിച്ചിട്ടാണല്ലോ ഞാൻ തിന്നു. പക്ഷെ അള്ളാഹ് പറയാണ്, നീ നിൻ്റെ പൈസ തന്നെ പറ്റിച്ച് തിന്നുന്നത് പോലെയാണ്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ അന്യായമായി തിന്നരുത്. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സമ്പത്ത് തിന്നരുത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങളൊരു സമൂഹമാണ്. നിങ്ങൾ വേറൊരാളെ പറ്റിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങളെ തന്നെ പറ്റിക്കുന്നു എന്നാണ്. എന്താണ് ഈ ബാത്തിലായിട്ടുള്ള സമ്പത്ത് തിന്നുകയെന്ന് പറഞ്ഞാൽ? എന്താ ഈ ബാത്തിൽ? ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു സാധാരണ പറയാറുണ്ട്, ഓനൊരു ഹക്കും ബാത്തിലുള്ള ആളാണ്. നിങ്ങളോടൊക്കെ പറയോ? നിസ്കാരം ബാത്തിലാകുന്ന വേഗം കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയും പറയും, ഓനൊരു ഹക്കും ബാത്തിലും ഇല്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ നീതിയും ന്യായവും സമ്പത്തിൻ്റെ കാര്യത്തിലൊന്നും പരിഗണിക്കാത്തവനാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു ഹക്കും ബാത്തിലും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാൽ ശരിയേത് തെറ്റേത് എന്നൊന്നും പരിഗണിക്കില്ല, ഓന് പൈസ കിട്ടിയാൽ മതി. നീതി ഏത് ന്യായമേത് അതൊന്നും നോക്കില്ല, ഓന് ജീവിച്ചാൽ മതി. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ സാധാരണ ഹക്കും ബാത്തിലും ഇല്ലാത്ത ആളെന്ന് പറയാം. ഹക്കും ബാത്തിലും ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ അവൻ ശരിയേത് തെറ്റേത് എന്ന് നോക്കും, ന്യായമേത് അന്യായമേത് എന്ന് നോക്കും. എന്നിട്ട് ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കും, അന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കില്ല.
ആളുകളെ പറ്റിക്കില്ല, ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ അന്യായമായി പിടുങ്ങില്ല. എന്തിൻ്റെ പേരിലാണെന്ന് നിൽക്കില്ല. താടി വെച്ച ആളാന്ന് വിചാരിച്ചിട്ട് പൈസ പിടുങ്ങൂല എന്ന് വിചാരിക്കരുത്. നല്ല തൊപ്പിട്ട ആളാന്ന് വിചാരിച്ചിട്ട് പൈസ പിടുങ്ങൂല എന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഇമാം ഗസാലി പറയുന്നുണ്ട്, ലാ യഗുറൻക, നിന്നെ ചതിയിലകപ്പെടരുത്. ഖമീസുൻ റാക്ക, നല്ല ദിസ്താശയൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല എന്താണ് പറയുക, നെരിയാണിക്ക് മുകളിലൊക്കെ വസ്ത്രമുണ്ട്. ഔ ജബീനുൻ, അല്ലെങ്കിൽ അയാളുടെ നെറ്റിയിൽ നല്ല നമസ്കാര തഴമ്പുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആൾ നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വലദദ്ദിർഹമി ഫൻദുർ ഗയ്യഹു വറ, പൈസ ഇട്ടുകൊടുത്തേക്ക്, അപ്പം അറിയാം അയാളുടെ തഖ്വ, അയാളുടെ ദീന്, അയാളുടെ ഭക്തി. അപ്പോൾ നിങ്ങൾ പുറത്തുള്ള ആകാരം കൊണ്ട് മാത്രം പൈസ എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത് നിങ്ങളെ അളക്കാനുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ പറ്റിച്ച് തിന്നരുത്. ഇതിലെന്തൊക്കെ പെടും? ബാത്തിൽ, നമുക്കെല്ലാവർക്കും അറിയുന്ന സംഗതിയുണ്ട്, പലിശ ബാത്തിലാണ്. സദഖ ഹക്കാണ്, പലിശ ബാത്തിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയെ തളർത്തുന്നുവെന്നും യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്, പലിശ അള്ളാഹു നശിപ്പിച്ച് കളയും, സ്വതക്കകളെ അള്ളാഹു വളർത്തും. കാരണം സ്വതക്ക ഹക്കാണ്. ശരിക്കും സ്വതക്ക എന്ന് പറയുന്ന അർത്ഥം തന്നെ എന്താ? അറബിയിൽ സ്വതക്ക എന്ന് പറഞ്ഞാൽ എന്താ? അറബിയിൽ സ്വതക്ക എന്നാണ് സത്യം പറഞ്ഞു എന്നാ. സ്വതക്ക എന്ന് പറഞ്ഞാൽ അതൊരു വെർബാണ്. ആ വെർബിൻ്റെ അർത്ഥം സത്യം പറഞ്ഞു എന്നാണ്. അതിൽ നിന്നുണ്ടായതാണ് സ്വതക്കത്തുൻ എന്ന് പറഞ്ഞ വാക്കുകൂടി. അതിൽ നിന്ന് നിഷ്പന്നമായതും അതിൽ ഉൾച്ചേർന്ന് കിടക്കുന്നതുമായ ഒരു സംഗതി. അത് സത്യമാണ്. പക്ഷേ റിബ വ്യാജമാണ്, കള്ളമാണ്. അപ്പോൾ പലിശ ബാത്തിലാണ്, സ്വതക്ക ഹക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. കൈക്കൂലി, എനിക്ക് കിട്ടേണ്ട ഒരു സർവീസ്, എനിക്ക് കിട്ടേണ്ട ഒരു സംഗതി ഞാൻ നിങ്ങളെടുത്ത് വന്നിരുന്നു, നിങ്ങളതെനിക്ക് തരാൻ ബാധ്യസ്ഥനാണ്. ഞാനൊരു ഉദ്യോഗസ്ഥനാണ്, ഞാനത് ചെയ്യേണ്ട ആളാണ്, നിങ്ങൾക്കത് കിട്ടേണ്ട ആളുമാണ്. പക്ഷെ നിങ്ങൾക്ക് കിട്ടേണ്ട അവകാശം ഞാൻ നിങ്ങൾക്ക് തരാൻ ബാധ്യസ്ഥനായ ഞാൻ നിങ്ങൾക്ക് തരുന്നതിന് ഞാൻ പറയാണ് ചെയ്തു തരാം, പക്ഷേ ഒരു 500 റുപ്യ തരേണ്ടി വരും. നമ്മുടെ നാട്ടിലുള്ള സകല ഗവൺമെൻറ് ഓഫീസുകളിലും നടക്കുന്ന, നിങ്ങൾ 500 പോയിട്ട് ഒരു 5 റുപ്യ വാങ്ങിയാൽ ബാത്തിലാണത്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അത് നിങ്ങൾ വേറൊരാളുടെ നിന്നാണ് വാങ്ങുന്നതെങ്കിലും നിങ്ങളെ പറ്റിച്ച് തിന്നുന്നതിന് തുല്യമാണ്. വേറെ ചില ആൾക്കാർ ലോട്ടറി പൈസ, ഇപ്പോൾ ചില ആളുകൾ അയാൾക്ക് 10 കോടി ലോട്ടറി അടിച്ചു. 10 കോടി അടിച്ചിട്ടെന്താ കാര്യം? ഹറാമാണ്. മുസ്ലിം ആണെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞൊക്കെ ബാധകമാവുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഹക്കും ബാത്തിലൊന്നും, നമ്മുടെ ഹക്കും ബാത്തിലൊന്നും ബാധകമല്ല. ഒരു മുസ്ലിമായ മനുഷ്യന് 10 കോടി ലോട്ടറി അടിച്ചു. 10 കോടിയല്ല 100 കോടി അടിച്ചിട്ടെന്താ കാര്യം? അയാൾക്കത് ഹക്കല്ല, അയാളുടെ അവകാശത്തിൽപ്പെട്ടതല്ല, ബാത്തിലാണ്. അയാൾക്ക് അന്യായമാണത്, തിന്നാൻ പാടില്ല. 10 റുപ്യ പോലും തിന്നാൻ പാടില്ല. നിങ്ങളങ്ങനെ തിന്നുകയാണെങ്കിൽ നിങ്ങളെ തന്നെ നശിപ്പിക്കുകയാണ്. ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. അപ്പം അത് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മളെ പറ്റിക്കുകയാണ് വേറൊരാളെ പറ്റിക്കുന്നതിലൂടെ എന്നാണ് അള്ളാഹു പറയുന്നത്. ശരി, എന്നിട്ട് അള്ളാഹു പറയാണ് ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിൻ മിൻകും, എന്നാൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്താം. കച്ചവടം നടത്തിയിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം. കച്ചവടം നടത്തിയിട്ട് നിങ്ങൾക്ക് സമ്പന്നനാകാം. കച്ചവടം നടത്തിയിട്ട് വേറൊരാളുടെ പൈസ നിങ്ങൾക്ക് വാങ്ങാം, നിങ്ങളുടെ പൈസ അയാൾക്ക് കൊടുക്കാം. ഹലാൽ. ഞാൻ സൂറത്തുൽ ബഖറ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരുടെ പ്രത്യേകമായൊരു വാദം എടുത്ത് ഉന്നയിക്കുന്നുണ്ട്. ദാലിക ബി അന്നഹും ഖാലു ഇന്നമൽ ബൈഉ മിസ്ലു റിബ. ഇതിലിപ്പോൾ എന്താ അത്ര വലിയ കാര്യം? ഇവർ പറയുന്നു പലിശ ഹറാമാണ്. എങ്ങനെയാണ് പലിശ ഹറാമാകുന്നത്? ഒരു കൂട്ടർ പൈസ കൊടുത്തിട്ട് സാധനം വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, അതിൻ്റെ ലാഭം എടുക്കുന്നു. ഞങ്ങൾ പൈസ കൊടുക്കുന്നു, ആ പൈസയുടെ ലാഭം വാങ്ങിയിട്ട് അത് എടുക്കുന്നു. ഇതൊക്കെ തമ്മിൽ എന്താ അത്ര വ്യത്യാസം എന്നാണ് അവർ ചോദിക്കുന്നത്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ, അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. എന്നാൽ പിന്നെ കച്ചവടം ചെയ്താൽ പോരെ, എന്തിനാണ് പലിശൻ്റെ പിന്നാലെ പോകുന്നത്? ഒറ്റ ന്യായമുള്ളൂ, പലിശയെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു, കച്ചവടം അള്ളാഹു ഹലാലാക്കിയിരിക്കുന്നു. കച്ചവടം ഹലാലാണ്, കച്ചവടം നിങ്ങൾക്ക് ചെയ്യാം. ഒരുപക്ഷെ ഇതിലൊക്കെ കച്ചവടക്കാരുണ്ടാവും.
കച്ചവടക്കാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അറബികൾ പ്രധാനമായും ഇന്നത്തെ മാതിരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജോലി ചെയ്ത് മാസത്തിൽ ശമ്പളം വാങ്ങുന്ന പരിപാടിയൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിൽക്കാലത്താണ് വരുന്നത്. അന്നത്തെ പ്രധാനപ്പെട്ട വരുമാന മാർഗം രണ്ടായിരുന്നു. ഒന്ന് കച്ചവടം, മറ്റൊന്നെന്താ? കൃഷി. കൃഷിയിലൂടെ കിട്ടുന്ന വരുമാനം, കച്ചവടത്തിലൂടെ കിട്ടുന്ന വരുമാനം. ഇതായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വരുമാനങ്ങൾ. ഈ രണ്ട് വരുമാനങ്ങളിലൂടെയാണ് അവർ സമ്പത്തുണ്ടാക്കിയിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരുമ്പോൾ മദീനയിലുള്ള ആളുകൾ, മദീന എന്ന് പറഞ്ഞ സ്ഥലം മദീനത്ത് പോയിട്ടുള്ള ആളുകൾക്കറിയാം. മക്കയും മദീനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? മദീന എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫലഭൂയിഷ്ടമായ നാടാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ധാരാളം ഈത്തപ്പനത്തോട്ടങ്ങൾ കാണാം, കണ്ടിട്ടില്ലേ? അതുകൊണ്ടാണ് ഈത്തപ്പനത്തോട്ടങ്ങളൊക്കെ വാങ്ങിയിട്ട് സദഖ ചെയ്യുന്നത്. വലിയ വലിയ ഈത്തപ്പനത്തോട്ടങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും വന്നപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലുണ്ടായിരുന്ന അൻസാറുകളും മദീനയിലുണ്ടായിരുന്ന അൻസാറുകളും മക്കയിൽ നിന്ന് മുഹാജിറുകളും തമ്മിൽ ഒരു പ്രത്യേക റാപ്പ് ഉണ്ടാക്കി. അതിൻ്റെ പേരാണ് മുആഖാത്ത്. നിങ്ങൾ തമ്മിൽ സഹോദരന്മാരാണ്. അപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങളുടെ വീടിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. മക്കയിൽ വന്ന മുഹാജിറുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ സമ്പത്തിൻ്റെ പകുതി ഒന്നും വേണ്ട, മാർക്കറ്റ് എവിടെയെന്ന് കാണിച്ചു തന്നാൽ മതി, പൈസ ഞങ്ങൾ ഉണ്ടായിക്കൊള്ളാം. നല്ല എണ്ണം പറഞ്ഞ കച്ചവടക്കാരായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ ഒരുപാട് കച്ചവടക്കാരുണ്ട്. കച്ചവടം ചെയ്തിട്ട് അന്ന് മാത്രമല്ല, അറബികൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ പറയുന്നത് തന്നെ അവർ കച്ചവടക്കാരാണ്, വിശേഷിച്ച് ഖുറൈശികൾ. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്തുണ്ട്, ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് ഫൽയഅ്ബുദൂ റബ്ബ ഹാദൽ ബൈത്തില്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ്. ഖുറൈശികളെ കുറിച്ച് അല്ലാഹു പറയുന്ന ഒരു കച്ചവടക്കാരാണ്. ലഇലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ്. തണുപ്പ് കാലത്ത് അവർ യമനിലേക്ക് യാത്ര ചെയ്യും, ചൂട് കാലത്ത് അവർ ഷാമിലേക്ക് യാത്ര ചെയ്യും. എന്തിനാണ്? കച്ചവടത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഈ അറബികൾ, ഖുറൈശികൾ വിശേഷിച്ച്. അതുകൊണ്ട് തന്നെ അവർ മദീനയിൽ വന്നപ്പോൾ അവർ എവിടെയാണ് മാർക്കറ്റ് എന്ന് ചോദിച്ചു. എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പള്ളി മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഈ മദീനത്തൊക്കെ പോകുമ്പോൾ, ഇതിൽ മദീനത്ത് പോയിട്ടുള്ള ആൾക്കാരെന്ന് കൈവക്കിക്കെ, ആരും പോകാത്തവരില്ല. മദീനത്ത് പോകുമ്പോൾ പ്രത്യേകം ചോദിച്ചറിയേണ്ട ഒരു സ്ഥലമുണ്ട്. മദീന പള്ളിയുടെ സൈഡിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നബിയുടെ മാർക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമുണ്ട്. ആ സ്ഥലം നിങ്ങൾക്ക് ആ പരിസര പ്രദേശങ്ങൾ അറിയുന്ന ആൾക്കാർ കാണിച്ചു തരും. പ്രത്യേകം മനസ്സിലാക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി മാത്രമല്ല ഉണ്ടാക്കിയത്, പള്ളിൻ്റെ അടുത്ത് മാർക്കറ്റ് ഉണ്ടാക്കി. തെളിവെന്താ? സൂറത്തുൽ ജുമുഅ എന്ന് പറഞ്ഞിട്ടൊരു സൂറത്തില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ബാങ്ക് കൊടുത്താൽ പിന്നെ അവിടെ കച്ചവടം ചെയ്തിരിക്കരുത്, നേരെ പള്ളിയിലേക്ക് വരണം. ബാങ്ക് കൊടുത്താന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാൻ നേരെ ആയാൽ. വഇദാ റഔ തിജാറതൻ ഔ ലഹ്വൻ ഫല്ലൂ ഇലൈഹാ വതറകൂക ഖായിമാ ഖുൽ മാ ഇൻദല്ലാഹി ഖൈറും മിനൽ ലഹ്വി വമിനത് തിജാറ വല്ലാഹു ഖൈറുർ റാസിഖീൻ. ഈ പറയുന്നത് കേട്ടാൽ നമുക്കങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ മദീന പള്ളി കാണണം, മദീന പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന മാർക്കറ്റ് കാണണം. എന്താ സംഭവം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പള്ളിയിൽ മിമ്പറിൽ ഇങ്ങനെ കയറി നിൽക്കുന്നു, ആൾക്കാരൊക്കെ ഇങ്ങനെ പള്ളിയിൽ വരുന്നു. അപ്പോഴതാ മാർക്കറ്റിൽ കുറച്ച് പുതിയ സ്ഥാനങ്ങൾ വരുന്നു. മദീന പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നിടത്താണ് ഈ സ്ഥാനങ്ങൾ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിസ്കാരവും കുത്തുബി നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴേക്ക് എന്താവും? സാധനം ഇല്ലാതായി പോകും. അപ്പോൾ അള്ളാഹു പറയാണ്, വതറകൂക ഖായിമാ, നിന്നെ അവിടെ നിർത്തിയിട്ട് അവർ സാധനം വാങ്ങാൻ പോയി. പള്ളിയിൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പള്ളിയിൽ നിൽക്കുമ്പോൾ ഇവർ പുറത്ത് മാർക്കറ്റിൽ സാധനം വാങ്ങാൻ പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിൻ്റെ തൊട്ടപ്പുറത്ത് മാർക്കറ്റായിരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയ മാർക്കറ്റാണ്. കാരണം അന്ന് മാർക്കറ്റിൻ്റെ കുത്തക ആർക്കായിരുന്നു എന്നറിയോ? ജൂതന്മാർക്കായിരുന്നു. അവരായിരുന്നു മാർക്കറ്റ് കൈകാര്യം ചെയ്തിരുന്നത്. സത്യസന്ധമായ മാർക്കറ്റ് കൊണ്ടുവരിക എന്നതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കച്ചവടത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്ഥലം നബിയുടെ പള്ളിൻ്റെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും, നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് കച്ചവടം നടത്താം. അങ്ങനെ കച്ചവടം നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല, ലാഭം ഉണ്ടാക്കാം. അപ്പോൾ എത്ര ചില ആൾക്കാർ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഫൈസൽ സാഹിബ് എത്ര പെർസെൻറ്റേജ് ലാഭം എടുക്കാം? ഞാനാണല്ലോ ഇപ്പോൾ പെർസെൻറ്റേജ് ലാഭം എടുക്കേണ്ടത് പറയട്ടെ. ഒറ്റ കാര്യം, കൊള്ള ലാഭം എടുക്കരുത്, അത്രയൊക്കെ നമുക്ക് പറയാം. അല്ലാതെ ഇസ്ലാമിൽ ഫിഖ്ഹിൽ എവിടെയെങ്കിലും ഉണ്ട് 10% ലാഭം എടുക്കാൻ പാടുള്ളൂ, 25% ലാഭം എടുക്കാൻ പാടുള്ളൂ, 50% ലാഭം എടുക്കാൻ പാടില്ല, അങ്ങനെ ഉണ്ടോ? ഇല്ല, ഞാൻ പഠിച്ചിട്ടുള്ള ഒരു ഫിഖ്ഹിലും ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ആളുകളെ പറ്റിക്കരുത്. ഒരിക്കൽ ഒരു സുഹൃത്ത് കച്ചവടക്കാരനാണ്. അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, കച്ചവടം നടത്തണേ കുറച്ചൊക്കെ തരികിടിയും കുറച്ചൊക്കെ തട്ടിപ്പ് നടത്താതെ എങ്ങനെയാണ് ഇത് വിജയിപ്പിക്കുക? അതുകൊണ്ട് അന്നത്തെ കാലത്തൊക്കെ ഈ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ചൈനീസിൻ്റെ പേര് വെച്ച് വിറ്റാൽ അത് പോവില്ല. സാധനങ്ങൾ അദ്ദേഹം ചൈനയിൽ നടക്കും, പക്ഷെ സ്റ്റാമ്പ് അതുപോലെ സ്റ്റിക്കർ അദ്ദേഹം കൊറിയ അടിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടിൻ്റെ പേരടിക്കും. ഇതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം മുമ്പുള്ളത്. എൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഫത്വ കിട്ടിയാൽ സമാധാനമായല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഞാൻ എന്തോട്, നിങ്ങൾ ചെയ്യുന്ന തെറ്റല്ലേ, നിങ്ങൾ ചെയ്യുന്ന കള്ളത്തരല്ലേ? ഒരു കസ്റ്റമർ നിങ്ങളടുത്ത് വരുന്നു, അയാൾ ഈ ഡ്രസ്സ് നോക്കുന്നു, ഇതെവിടെയാണ്? ഇത് കൊറിയയാണ്, അല്ലെങ്കിൽ ഇത് ഫ്രാൻസാണ്, അല്ലെങ്കിൽ ഇത് തരക്കെടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാളെ പറ്റിക്കല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്താണ്. അങ്ങനെ അല്ലാതെ കച്ചവടം നടത്താൻ പറ്റുമോ? ഇല്ലെങ്കിൽ ലാഭം ഉണ്ടാകുമോ? ഇല്ലെങ്കിൽ എനിക്ക് വരുമാനം ഉണ്ടാകുമോ? ഇപ്പോൾ ആരപ്പം നിങ്ങളോടൊക്കെ ഇങ്ങനെ പറ്റിച്ചിട്ട് കച്ചവടം നടത്താൻ ആരെങ്കിലും പറഞ്ഞോ? ഒരു ന്യായമല്ല. നിങ്ങൾ തട്ടിപ്പ് നടത്തിയിട്ടും ആളെ പറ്റിച്ചിട്ടും കള്ളത്തരം ചെയ്തിട്ടും കച്ചവടം നടത്താൻ പറഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റ് ഉണ്ടാക്കുക മാത്രമല്ല ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കും. എന്നിട്ട് റസൂൽ എന്തൊക്കെ വർത്താന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ആളുടെ ഗോതമ്പിൻ്റെ ചാക്കുണ്ടായിരുന്നു, വെറുതെ ഒന്നാണ് കൈയിട്ടു. റസൂൽ കച്ചവടത്തിൽ മാർക്കറ്റിൻ്റെ ഇടയിൽ നടത്തി ജസ്റ്റ് ഒന്ന് കൈയിട്ടപ്പോൾ അടിയിൽ നനഞ്ഞ ഗോതമ്പ്, മുകളിൽ ഉണങ്ങിയ ഗോതമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്താ പരിപാടി? റസൂലേ, നനഞ്ഞ ഗോതമ്പ് മുകളിലിട്ട് ആൾക്കാർ വാങ്ങൂല, അതുകൊണ്ടാണ് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. വളരെ നമ്മളൊക്കെ വിചാരിക്കുക അതൊരു പറ്റിക്കൽ പോലും അല്ല, വളരെ സിമ്പിളായൊരു കാര്യം. ഇപ്പോൾ മാർക്കറ്റ് ഉണ്ടാക്കുക മാത്രമല്ല, മാർക്കറ്റ് പരിശോധിക്കുക കൂടി ചെയ്തിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പറ്റിച്ചുകൊണ്ട് കച്ചവടം നടത്തി ലാഭം ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ആ ലാഭം അനുവദിക്കാനോ അനുഭവിക്കാനോ പറ്റില്ല, ഹലാലല്ല. നേരായ രൂപത്തിൽ എനിക്ക് കച്ചവടം ചെയ്യാൻ പറ്റില്ല, നേരായ രൂപത്തിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ലെങ്കിൽ കച്ചവടം ചെയ്യണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പറയുന്നത്, അത്താജിറു സ്വദൂഖുൽ അമീൻ മഅൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാ. വേറെ ആരെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. കച്ചവടക്കാർ, സത്യസന്ധരായ കച്ചവടക്കാർ പ്രവാചകന്മാരുടെ കൂടെയാണ്, മഹാത്മാക്കളുടെ കൂടെയാണ്, രക്തസാക്ഷികളുടെ കൂടെയാണ്. എന്തൊരു പദവിയാണെന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ കച്ചവടം ചെയ്യാന്നുള്ള നല്ല കാര്യമാണ്. കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കിക്കോളി. മാർക്കറ്റിലുള്ള വില അനുസരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന സാധനത്തിന് 100% ലാഭം, ഓക്കെ. പക്ഷെ മാർക്കറ്റിലുള്ളതിനേക്കാൾ നിങ്ങൾ വില കൂടി വിറ്റിട്ട് ആളുകളെ പറ്റിച്ചിട്ട് അതിനാണ് കൊള്ള ലാഭം എന്ന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ മാന്യമായ ലാഭം എടുത്തോളി. കാരണം നിങ്ങളൊരു സർവീസാണ്, കച്ചവടക്കാരൻ ചെയ്യുന്നൊരു സർവീസാണ്, അത് നിങ്ങൾ ലാഭം ഉണ്ടായിക്കോളി. അപ്പോൾ ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാളിം മിൻകും, പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ കച്ചവടം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ തിന്നാം. എനിക്ക് നിങ്ങളുടെ പൈസ ഉപയോഗിക്കാം, എൻ്റെ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അല്ലാഹു പറയണു, വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് കേട്ടോ. ഇതിന് 3 അർത്ഥമുണ്ട്, അണ്ടർലൈൻ ചെയ്യാം. ഇതിന് 3 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം, ഇങ്ങനെ കള്ളത്തരത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ പൈസ തിന്നാൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാൻ
ഫായിസ് സാഹിബിൻ്റെ പൈസ എടുത്ത് പറ്റിച്ചാൽ അത് ഉപയോഗിച്ചാൽ ഞാൻ ഫായിസ് സാഹിബിൻ്റെ പൈസ ഉപയോഗിച്ചു, ഞാൻ എന്നെ തന്നെ നശിപ്പിച്ചു എന്നാണ്. അപ്പോൾ വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ കരിഞ്ചന്തയുണ്ടാകരുത്, നിങ്ങളുടെ നാട്ടിൽ പൂഴ്ത്തിവെപ്പുണ്ടാകരുത്, നിങ്ങളുടെ നാട്ടിൽ കൊള്ളയുണ്ടാകരുത്, കൈക്കൂലി ഉണ്ടാകരുത്, പലിശ ഉണ്ടാകരുത്. ഇതൊക്കെ ഉണ്ടായാൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ്. ഒന്നാമത്തെ അർത്ഥം വലാ തഖ്തുലു അൻഫുസക്കും. രണ്ടാമത്തെ അർത്ഥം ആത്മഹത്യ ചെയ്യരുത്. നിങ്ങളെ കൊല്ലരുത് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യരുത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ വളരെ വേഗമാണ് ആത്മഹത്യ. പരീക്ഷ തോറ്റാൽ ആത്മഹത്യ, കച്ചവടം പൊളിഞ്ഞാൽ ആത്മഹത്യ, കടം കയറിയാൽ ആത്മഹത്യ. ഇതൊക്കെ വളരെ ലളിതമാണ്, വളരെ എളുപ്പമാണെന്നാണ് തോന്നുന്നത്. ആത്മഹത്യ ചെയ്താൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ ആത്മഹത്യ വളരെ ഗുരുതരമായ കുറ്റമാണ്. ആത്മഹത്യ ചെയ്തവന് മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് വരെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ നടപ്പാക്കിയാൽ നിസ്കരിക്കാത്തവനിപ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളത് വരെ നടപ്പാക്കിയപ്പോൾ നടക്കില്ല, പിന്നെ പള്ളിയിൽ അടിയായിരിക്കും. പക്ഷെ ഗുരുതരമായ തെറ്റാണ്. ഒരു പക്ഷേ മനുഷ്യൻ വളരെ ദുർബലമായ നിമിഷത്തിൽ ചെയ്തു പോകുന്നതായിരിക്കാം, പക്ഷെ ചെയ്യരുത്. എന്ത് തന്നെ പ്രതിസന്ധി, എന്ത് തന്നെ പ്രയാസമുണ്ടെങ്കിലും നിങ്ങളെ കൊല്ലരുത്. അതിനുള്ള എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ വെച്ചാൽ അതിനുള്ള അധികാരം അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നത് നിങ്ങളല്ല, അള്ളാഹുവാണ്. അള്ളാഹു തന്ന ജീവൻ നിങ്ങൾക്ക് എങ്ങനെ അവസാനിപ്പിക്കാൻ അധികാരം? അത് അള്ളാഹു എടുക്കും സമയമാകുമ്പോൾ. അതിനു മുമ്പ് എന്നവന് ഞാൻ എന്നെ തന്നെ കൊന്നുകളയാൻ തീരുമാനിച്ചിട്ട് നിങ്ങൾ ബ്ലേഡ് വെച്ച് കഴുത്തറുക്കരുത്, ഞരമ്പ് മുറിക്കരുത്, അല്ലെങ്കിൽ സയനൈഡ് കഴിക്കരുത്, അല്ലെങ്കിൽ വിഷം കഴിക്കരുത്. ഗുരുതരമായ തെറ്റാണ്. ഇതാണ് രണ്ടാമത്തെ അർത്ഥം. നിങ്ങളെ കൊല്ലരുത്, നിങ്ങളെ നശിപ്പിക്കരുത്. അപ്പോൾ ഒന്നാമത്തത്, നിങ്ങൾ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലൂടെ, മറ്റുള്ളവരുടെ സമ്പത്ത് കൈക്കലാക്കുന്നതിലൂടെ നിങ്ങളെയും നിങ്ങളുടെ സമൂഹത്തെയും നശിപ്പിക്കുകയാണ്. 2, നിങ്ങളെ തന്നെ കൊല്ലുന്നതിലൂടെ നിങ്ങളെ നശിപ്പിക്കുകയാണ്. 3, നിങ്ങൾ വേറൊരാളെ കൊല്ലരുത്. ഞാൻ കത്തിയെടുത്തിട്ട് വേറൊരാൾ കുത്തുന്നു, അയാൾ കൊല്ലപ്പെടുന്നു. ഇതും ചെയ്യാൻ പാടില്ലാത്തതാണ്, ഗുരുതരമായ കുറ്റമാണ്, അക്ബറുൽ കബായിർ. അപ്പോൾ നമുക്ക് സബ്ഉൽ മൂബിഖാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരാളെ വെറുതെ കൊല്ലുക എന്ന് പറയുന്നത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. ഷിർക്കൊക്കെ ഈ സബ്ഉൽ മൂബിഖാത്തിൽ എണ്ണിയിട്ടുള്ളതാണ്. ഒരാളെ അന്യായമായി കൊല്ലുക, അങ്ങനെ കൊന്നാൽ എന്താ അതിൻ്റെ പ്രതിവിധി? കൊലയാളിക്ക് വധശിക്ഷയാണ്. ഇപ്പോൾ വലിയ വിവാദങ്ങളൊക്കെ നടക്കുകയുണ്ടായി. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, അബ്ദുറഹീം, സൗദി ജയിലിൽ 10-18 വർഷമായിട്ട് കിടന്ന ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിന് എതിരെ അതുപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ കുറ്റങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്ത് വളരെ സ്ട്രൈറ്റാണ്. ഒരാൾ മറ്റൊരാളെ അന്യായമായി കൊന്നാൽ ഈ കൊലയാളിക്ക് വധശിക്ഷയാണ്. കാരണം അവൻ വേറൊരാളെ അന്യായമായി കൊന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കൊന്നയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. അങ്ങനെ ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഒരു കാരുണ്യത്തിൻ്റെ വാതിൽ അല്ലാഹ് തുറന്നു കൊടുക്കുകയാണ്. വേറൊരു നിയമത്തിലും ഇല്ല കേട്ടോ. ഇന്ത്യ രാജ്യത്തില്ല എന്ന് മാത്രമല്ല, ലോകത്ത് ഇസ്ലാമിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഇങ്ങനൊരു നിയമമുള്ളതായിട്ട് എനിക്കറിയില്ല. അള്ളാഹു പറയാണ്, അങ്ങനെ കോടതി ഒരാൾക്കെതിരെ വധശിക്ഷ വിധിച്ചാൽ പോലും വേണമെങ്കിൽ ഈ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾക്ക് ഇയാൾക്ക് മാപ്പ് കൊടുക്കാം. ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും അങ്ങനെ ഉണ്ടോ? ഒരാൾക്ക് വധശിക്ഷ വിധിച്ചാൽ പിന്നെ ബന്ധുക്കളുമായി, കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ പോയില്ല, അയാളെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞാൽ നടക്കുമോ? നമ്മുടെ രാജ്യത്ത് എന്തായാലും നടക്കൂല. അപ്പം അങ്ങനെ ഒരു വാതിലില്ല. പക്ഷേ ഇസ്ലാമിൽ അങ്ങനെ, ശരീഅത്തിന് അങ്ങനെ ഒരു വാതിലുണ്ട്. എന്നിട്ട് ഈ ബന്ധുക്കൾ ഇദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം വാങ്ങാം. ഞാൻ ഈ സൗദി അറേബ്യയിൽ നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലോ ഇസ്ലാമിക ശരീഅത്ത് എങ്ങനെയാണ്? ഒരാളെ കൊന്നാൽ, അതുകൊണ്ടാണ് മിൻ അജ്ലി ദാലിക കതബ്നാ അലാ ബനി ഇസ്രായീൽ മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ വമൻ അഹ്യാഹാ. ഒരാളെ കൊന്നാൽ അയാൾ
മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദ്, വേറൊരാളെ കൊന്നതിന് പകരമായിട്ടോ അല്ലെങ്കിൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിന് പകരമായിട്ടോ അല്ലാതെ ഒരാൾ വേറൊരാളെ കൊന്നാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, മുഴുവൻ മനുഷ്യരെ കൊന്നതുപോലെയാണ്. ഒമൻ അഹ്യാഹ, എന്നാൽ വേറൊരാളെ ജീവിപ്പിച്ചാലോ മുഴുവൻ മനുഷ്യരെയും ജീവിപ്പിച്ചതുപോലെയാണ്. അപ്പോൾ കൊലപാതകത്തിൻ്റെ ശിക്ഷ കൊലയാണ്. വലാ തഖ്തുലൂ അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്. വേറൊരാളെ കൊന്നാൽ ആ കൊന്നാക്ക് എന്ന് മാത്രമല്ല, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊലപാതകിയെ ശിക്ഷയ്ക്ക് വിധേയമാക്കിയില്ലേ എന്താ പറ്റുകയെന്നറിയോ? ഇത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, നിങ്ങൾക്ക് വധശിക്ഷക്ക് കൊലപാതകത്തിന് വധശിക്ഷ നടപ്പാക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിതം ഉണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഇയാൾ നാളെ പുറത്തിറങ്ങിയാൽ പിന്നെ ഇയാൾ വേറെ ആളെ കൊല്ലുവേ. നമ്മുടെ നാട്ടിൽ അങ്ങനെ എത്ര ഉണ്ട് സംഭവം. പാവം ചെറിയ പെൺകുട്ടികളെയൊക്കെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആൾ ജയിലിൽ കിടക്കുന്നു, 6 കൊല്ലം കഴിഞ്ഞിട്ട് ആൾ പുറത്തിറങ്ങുന്നു. എന്നിട്ട് ആൾ പിന്നെയും പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു, പിന്നെയും കൊല്ലുന്നു, പിന്നെയും ജയിലിൽ കിടക്കും. എന്താ കാര്യം? അപ്പം അയാളുടെ സമൂഹത്തിൻ്റെ രക്ഷക്ക് ഇയാളെ കൊലപാതകത്തിന് വിധേയമാക്കണം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ വേറൊരാളെ കൊല്ലരുത്. 3 അർത്ഥമായി. 1, നിങ്ങൾ സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തരുത്. 2, നിങ്ങൾ നിങ്ങളെ കൊല്ലരുത്, നിങ്ങൾ മറ്റൊരാളെ കൊല്ലരുത്. ഈ 3 അർത്ഥം അതിനുണ്ട്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് ഏറെ കരുണയുള്ളവനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് അവൻ്റെ നിയമത്തിലൊക്കെ നിഴലിച്ച് നിൽക്കുക. അള്ളാഹിൻ്റെ കാരുണ്യത്തെ വകവെക്കുന്ന വേറെ ഒരു കരുണയില്ല. അതുകൊണ്ട് റഹ്മത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. ലോകം മുഴുവൻ അള്ളാഹുവിൻ്റെ റഹ്മത്താണ്. അതിൻ്റെ നിദർശനങ്ങളാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ മുഴുവൻ. അതുകൊണ്ട് സാമ്പത്തിക രംഗത്ത് നിങ്ങൾ നീതി പാലിക്കുക, സത്യം പാലിക്കുക. അതുവഴി സമൂഹം രക്ഷപ്പെടും, ഇല്ലെങ്കിൽ സമൂഹം നശിക്കും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.